തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി വി.ഡി. സതീശൻ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് മുൻ ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ്റെ അഭിപ്രായം. വഞ്ചനയുടെ DNA ആണ് കോൺഗ്രസിനെന്നും കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. വന്യജീവി ആക്രമണത്തിൽ ഇന്നലെയും മരണമുണ്ടായി, കൊല്ലപ്പെടുകയുണ്ടായി. KSRTC ബസ്സിലെ സൗജന്യ യാത്രയിലെ വനിതകളുടെ സൗജന്യ യാത്രയിൽ വെള്ളം ചേർക്കുന്നതിനെക്കുറിച്ചും മറ്റു പദ്ധതികളിലൊക്കെ കോൺഗ്രസിൻ്റെ മെല്ലെപ്പോക്കും കോൺഗ്രസിൻ്റെ ഒഴിഞ്ഞു മാറ്റവും വളരെ ഏറെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. മോഹന വാഗ്ദാനങ്ങൾ നൽകി, ജനങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകി അധികാരത്തിൽ വന്ന വി.ഡി. സതീശൻ സർക്കാർ അവര് ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടന പത്രികയിൽ വെച്ച ഒരു വാഗ്ദാനവും പാലിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ തെളിയുന്നത്. ഗവൺമെന്റ് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയായി കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇപ്പൊ പറയുന്നത് കേവലം ഓർഡിനറി ബസ്സുകളിൽ മാത്രം 100 ദിവസത്തേക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രമാണ് അനുവദിക്കാൻ പോകുന്നത്. അങ്ങനെയല്ലല്ലോ പ്രകടന പത്രികയിൽ പറഞ്ഞത്. പ്രകടന പത്രികയിൽ പറഞ്ഞത് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരാഴ്ചക്കകം കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യമായ ബസ് യാത്ര അനുവദിക്കുമെന്നുള്ളതായിരുന്നു. ആ വാഗ്ദാനം പാലിക്കുന്നതിൽ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ മലക്കം മറിച്ച്. ഗതാഗത മന്ത്രി പറയുന്നത് ഒരു കാര്യം, മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് മറ്റൊരു കാര്യം. ഗതാഗത മന്ത്രിക്ക് ആദ്യം മുതലേ തന്നെ ഇത് നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു പദ്ധതിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. അതാണിപ്പോ പരീക്ഷണാടിസ്ഥാനം, 100 ദിവസത്തെ പഠനം, അതും ഓർഡിനറി ബസ്സുകളിൽ മാത്രം എന്നൊക്കെയുള്ള പുതിയ നിലപാടുമായി സർക്കാർ മുന്നോട്ട് വരാൻ കാരണം. എല്ലാ വിഷയങ്ങളിലും സർക്കാർ ഇതുപോലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വിഷയമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ആ കേസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പോൾ സർക്കാർ പറയുന്നില്ല. ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന വാർത്ത, കേരളത്തിലെ പ്രധാനപ്പെട്ട 10ഓളം ക്ഷേത്രങ്ങളിൽ നിന്ന് തിരുവാഭരണങ്ങൾ കളവ് പോയിട്ടുണ്ട്. തിരുവാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിലെ SIT ശരിയായ രീതിയിലല്ല അന്വേഷിക്കുന്നതെന്നായിരുന്നു വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ പ്രത്യേക അന്വേഷണ സംഘത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ സംസ്ഥാന ഗവൺമെന്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണത്തിന് വിടുമെന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം. CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന പ്രതിഷേധ ധർണ അടക്കം നമ്മൾ കണ്ടതാണ്. വി.ഡി. സതീശൻ അതിൽ പറഞ്ഞത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പ്രഥമ പരിഗണന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസിക്ക് വിടും, മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. ആ കാര്യത്തിൽ സർക്കാർ പുറകോട്ട് പോയി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി പോലുമില്ല. മുഴുവൻ മന്ത്രിസഭാ യോഗങ്ങൾ 3 കഴിഞ്ഞു. ഒരിടത്തും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും തീർപ്പ് കൽപ്പിച്ചു. 2019 മുതൽ UDF അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യം പിന്നീട് പ്രകടന പത്രികയിൽ 2 തെരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികയിലും അവർ പറഞ്ഞൊരു കാര്യം, ശബരിമലയിലെ യുവതീ പ്രവേശന സമരകാലത്തെ സമരങ്ങൾ പിൻവലിക്കുന്നതായി. ശബരിമലയിൽ യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന
പ്രതിഷേധങ്ങളുടെ പേരിൽ കേരളത്തിൽ 10,000-കണക്കിന് ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ അയ്യപ്പ ഭക്തന്മാരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അവർക്കെല്ലാം എതിരായി ഗുരുതരമായ വകുപ്പുകൾ എടുത്ത് ഇവിടെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ കോടതി വരാന്തകൾ കയറി ഇറങ്ങുകയാണ്. 2019 മുതൽ UDF ആവശ്യപ്പെടുന്നത് 21-ലെയും 26-ലെയും പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുള്ളതുമാണ് ഈ വിഷയം. ശബരിമലയിലെ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്തെ സമരത്തിന്റെ പേരിലുള്ള എല്ലാ കേസുകളും പിൻവലിക്കും. നിരവധി തവണ UDF നേതാക്കൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ ആവശ്യം ഉന്നയിക്കുകയും മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു തീരുമാനവും സർക്കാർ എടുത്തില്ല. മലയോര മേഖലയിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വന്യജീവി സംഘർഷവുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം. അന്ന് UDF പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. UDFന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും വയനാട്ടിലെ MP ആയിരുന്ന രാഹുൽ ഗാന്ധിയും പിന്നീട് അവിടെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും എല്ലാം വന്യജീവി സംഘർഷവും അതിന്റെ പേരിൽ മരണവും ഉണ്ടാവുമ്പോ ഈ LDF സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അവരന്ന് പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം ഉൾപ്പെടെ ഒരു കാര്യങ്ങളും വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് ഈ സർക്കാർ ഒരു നടപടിയും ഒരു കാര്യത്തിലും എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അവര് വനാതിർത്തികൾ നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ച് വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ അത് എനിക്ക് ഓർമ്മയുണ്ട്. VD സതീശൻ പറഞ്ഞത് ഇപ്പോഴത്തെ വൈദ്യുതി കമ്പനികൾ മാത്രമല്ല AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും എല്ലാം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, അത്യന്താധുനികമായ നടപടികൾ ഈ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല CNAG റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കേരളത്തിലെ വനം വകുപ്പിനെതിരായി സംസ്ഥാന ഗവൺമെന്റിനെതിരായി ശക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര വിഹിതം, കേന്ദ്രത്തിൽ ലഭിക്കുന്ന പണം ശരിയായ നിലയിൽ ഉപയോഗിക്കുന്നില്ല, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നില്ല, ഫോറസ്റ്റ് ഓഫീസർമാർക്ക് യഥാസമയം പരിശീലനം നൽകുന്നില്ല. ഇവിടെ ഇപ്പോഴും ഒരു മുളവടി ഒരു കാലി ടോർച്ചും കൊടുത്തിട്ടാണ് നമ്മുടെ വനപാലകരെ വനത്തിലേക്ക് വിടുന്നത്. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ വനാതിർത്തികൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പകപ്പഴുണ്ടായിട്ടുണ്ട്. വനം വകുപ്പ് തന്നെ ധാരാളം കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനം കയ്യേറ്റം നടത്തിയിട്ടുള്ള ഒരു വകുപ്പ് ഇലക്ട്രിസിറ്റി ബോർഡാണ്, വൈദ്യുതി വകുപ്പാണ്. ഇതിനെല്ലാം എതിരായിട്ട് CNAG റിപ്പോർട്ടുണ്ട്. അന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചയാളാണ് VD സതീശനും ഇവിടുത്തെ പ്രതിപക്ഷവും. ഈ സർക്കാർ വന്നതിന് ശേഷം എത്ര പേരുടെ ജീവഹാനിയാണ് ഉണ്ടായിരിക്കുന്നത്? എന്താ നിലപാട് പറയുന്നത്? മന്ത്രി പറയാണ് ഏറ്റവും പരിഹാസത്തോടു കൂടി, മുഖ്യമന്ത്രിയും മന്ത്രിയെ മാറിയിട്ടുള്ളൂ, ആന മാറിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആനയെ ചവിട്ടിക്കൊല്ലുമ്പോഴും കടുവ പിടിക്കുമ്പോഴും ഇതായിരുന്നോ സർക്കാരിന്റെ UDFന്റെ നിലപാട്? ആ പ്രശ്നത്തിൽ സർക്കാർ പുറകോട്ട് പോയിരിക്കുകയാണ്. കർഷകരുടെ ജീവഹാനിയെ സംബന്ധിച്ച് ആരും തന്നെ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. പ്രധാനപ്പെട്ട പല വാഗ്ദാനങ്ങളും പാലിക്കാൻ പോകുന്നില്ല. ജനങ്ങളെ വഞ്ചിക്കാനാണ് തീരുമാനം എന്നുള്ളതാണ് ഇപ്പൊ വരുന്നത്. കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞതാണ് ഈ വഞ്ചന. കോൺഗ്രസ് കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര പറഞ്ഞു, പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു, പാലിച്ചില്ല. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ തിരഞ്ഞെടുത്ത UDF സർക്കാർ മുഖ്യമന്ത്രിയായി നിയമനം ഏറ്റെടുത്ത ഭരണ ചുമതല ഏറ്റെടുത്ത VD സതീശൻ ജനങ്ങളെ, കേരള ജനതയെ വഞ്ചിക്കുമോ? വാഗ്ദാനങ്ങൾ, തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കില്ലേ? അതിലൊക്കെ വെള്ളം ചേർക്കുമോ? കാത്തിരുന്നു കാണാം. ഏതാണ്ട് ഒരു മാസത്തോളം ആയിട്ടേ ഉള്ളൂ VD സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിട്ട്. ഇനി അങ്ങോട്ട് 5 കൊല്ലമുണ്ട്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം എന്തൊക്കെ തീരുമാനം എടുക്കുമെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയും പലതും കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും BJP മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ്റെ വിമർശനങ്ങൾക്ക് VD സതീശനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരുന്ന് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.